ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പറയാനൊന്നുമില്ല, പക്ഷേ മോൻ്റെ പിറന്നാളിൻ്റെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ അപ്ലോഡ് ചെയ്യാമെന്ന്. ചെറിയ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഒരുപാട് വലിയ സെലിബ്രേഷനൊന്നും അല്ല, നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങി മുറിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ വെച്ചു കേട്ടോ ആദ്യം. അപ്പോൾ ഇതാ അവനും അച്ഛനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. എനിക്ക് പണിയുള്ളതുകൊണ്ട് പോകാൻ സമയമില്ല കേട്ടോ. ആൾക്കും ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ട്. അപ്പോൾ അവർ തൊട്ടടുത്താണ് അയ്യപ്പൻകാവ്, അവിടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. അവൾ എണീറ്റില്ല കേട്ടോ പോകണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ എന്താ തലേ ദിവസം തന്നെ സാമ്പാറിലേക്കും ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ സാമ്പാറിലേക്കുള്ള പരിപ്പും തക്കാളിയൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പേരി ക്യാബേജാണ്, അത് തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടാനാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്മി വെച്ച ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ച് അറിയാലോ, അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. സമയം കൊണ്ട് ഞാൻ ഇതാ ഇഷ്ടു വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇഷ്ടുവിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ ഗ്യാസിലും കറണ്ട് അടുപ്പിലൊക്കെ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഞാൻ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ സാമ്പാറൊക്കെ മുമ്പേ അപ്ലോഡ് ചെയ്താണ്. വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ 2 ചേച്ചിമാർ അവനുള്ള ഗിഫ്റ്റ് കുറേ ദിവസമായിട്ട് ഒരുക്കി വെക്കണതാണ് കേട്ടോ. അത് നമുക്കിത് കാണുമ്പോൾ നിസ്സാരമായി തോന്നുന്നുണ്ടെങ്കിലും വെറുതെ പേപ്പർ കൊണ്ടുള്ള ഗിഫ്റ്റാണെങ്കിലും അവരത് കുറേ ദിവസം മെനക്കെട്ട് കൂട്ടിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അവർ കുറേ പേപ്പറിലൊക്കെ എഴുതി ഹാപ്പി ബർത്ത്ഡേ ഇത് പേപ്പർ കൊണ്ടുള്ള ഒരു പേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ അനുചേച്ചിയാണ്, വല്യച്ഛൻ്റെയും വല്യമ്മയുടെയൊക്കെ മോള്. അപ്പോൾ ഇതാ ഒരു മിഠായിയൊക്കെ പൊതിഞ്ഞ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഡയറി മിൽക്ക്. കുറേ ദിവസമായിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ 2 ചേച്ചിമാരും കൂടിയിട്ട്. ഇവർ ആരുടെ പിറന്നാളുണ്ടെങ്കിലും എൻ്റെ പിറന്നാളിനും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അവർ എഴുതി തരും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കിൻ്റെ ചിത്രവും ഒക്കെ വരച്ചിട്ട് കൊണ്ടുതരും കേട്ടോ. ഗിഫ്റ്റ് കാണിക്കൂ. ഗിഫ്റ്റ് ചേച്ചിയുടെ ഗിഫ്റ്റാണത്, ചേച്ചിയുടെ. അപ്പോൾ അതാ ചേച്ചിയുടെ വകയുള്ള ഗിഫ്റ്റ്. ചേച്ചി കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അവൻ ഫുട്ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ വലിയൊരു ഫുട്ബോൾ കളിക്കാരനാവട്ടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മിഠായിയാണ്, എൻ്റെ അടുത്ത് അവനറിയാണ്ട് 3-4 ദിവസം മുന്നേ കൊണ്ടുവരിപ്പിച്ചതാണ്. ഇത് കുറേ ദിവസമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ പിറന്നാളിൻ്റെ. നമുക്കിത് കാണുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ തോന്നും, പക്ഷെ കുറേ ദിവസമായിട്ട് ഇതൊക്കെ ഒട്ടിച്ച് അതൊക്കെ ഉണ്ടാക്കിയിട്ട് പേപ്പർ കൊണ്ടാണെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ടല്ലോ, അവർക്കത് വലിയൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ്. അനിയൻ 2 ചേച്ചിമാരുടെയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, ക്യാബേജ് ഉപ്പേരി, സാമ്പാർ, ഇഷ്ടു, പിന്നെ കുറച്ച് അച്ചാറും പിന്നെ പപ്പടവും. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് ജോലിയുണ്ട്, ആൾക്കും ജോലിയുള്ളതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വിളക്കത്തൊക്കെ വിളമ്പി ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. ഞാൻ ലീവ് എടുക്കാറുണ്ട്, ഇപ്രാവശ്യം ഞാൻ ലീവ് കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോൾ വേലയ്ക്കാണ് വരുന്നത്, അതുകൊണ്ട് ലീവ് എടുത്തില്ല. അവന് സ്കൂളുണ്ടാവുമെന്നാണ് വിചാരിച്ചപ്പോൾ അവന് ഇന്നലെ രാത്രിയാണ് മെസ്സേജ് വന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വിളക്കത്തൊക്കെ വിളമ്പിയിട്ട് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ അവന് ചോറ് കൊടുത്തു. പിന്നെ അനു വന്നിട്ടുണ്ട്, അനുവും വൈകിക്കും കൂടി ഒരുമിച്ച് ചോറ് കൊടുത്തു കേട്ടോ. കേക്കൊക്കെ വൈകുന്നേരത്താണ് കേട്ടോ വാങ്ങി മുറിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ കേക്ക് മുറിയാണ് കേട്ടോ. ചെറിയൊരു കേക്കേ വാങ്ങിയുള്ളൂ. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ്. ഇതാ എൻ്റെ ചേച്ചിമാർ, ഇതൊക്കെ നമ്മുടെ ഏട്ടൻ്റെയും ചേച്ചിമാരുടെയൊക്കെ മക്കളാണ് കേട്ടോ. ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതാളുടെ അമ്മയും അച്ഛനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒക്കെ കുറച്ചും കൂടി ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരത്താണ് കേട്ടോ ഇവിടെയൊക്കെ കേക്ക് മുറിക്കുക. എല്ലാവരും ജോലിക്കൊക്കെ പോകണോണ്ട്. ഇത് അച്ഛനാണ്. ചോറ് രാത്രി സദ്യ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം അത് പറ്റിയില്ല. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്തി തരാം. ജോലിക്ക് പോകണോണ്ട് കുട്ടികൾക്കുള്ള സദ്യകളൊന്നും എനിക്ക് അങ്ങനെ ഒരുക്കാൻ പറ്റിയില്ല. സാധാരണ രാത്രി വന്നാലും ചെയ്യാറുണ്ട്. ഇത് അവൻ്റെ വല്യമ്മയാണ് കേട്ടോ, എൻ്റെ ചേച്ചിയാണ്. കേക്ക് മുറിക്കൽ കഴിഞ്ഞ് അവരൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പായസം വെച്ചുള്ളൂ. പായസം കുറച്ച് സമയം പിടിച്ചതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് പായസം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു പാക്കറ്റേ വാങ്ങിയുള്ളൂ. പാലട മിക്സ് വാങ്ങിയിട്ട് രാത്രിയാണ് വെച്ചത്, രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ പിറന്നാളിൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.